ഇത് കണ്ടോ ഗൈസ്, ജനതായൻ്റെ ടിക്കറ്റാണ്. ഇനിയിപ്പോൾ ആ ടിക്കറ്റ് കൊണ്ടുപോയിട്ട് ആട് 3 കേട്ടാലോ. രാവിലെ ഡോറ് തുറന്ന് വെളിയിൽ ഇറങ്ങിയപ്പോഴേക്കും മുട്ടം കാറ്റും മഴയും. ഒട്ടും പ്രതീക്ഷിച്ചില്ല. കൊടുങ്കാറ്റാണ് വീശിയത് ഗൈസ്. ഇവിടെ മൊത്തം ഇവിടെ മണ്ണൊക്കെ നനഞ്ഞ് കിടക്കുകയാണ്, തറയെ നനഞ്ഞ് കിടക്കുകയാണ്. ചെറുതായിട്ട് മഴ ഇപ്പോഴും ചാറുന്നുണ്ട്. എന്താ ക്ലൈമറ്റ് എന്ന് അറിയാൻ വയ്യ. ഒരു അന്തരീക്ഷം ഒരു വല്ലാത്ത മട്ടില്ല. കണ്ടില്ലേ തറയിലൊക്കെ മൊത്തം. വണ്ടിയിൽ ഒരാളും കൂടെ ഉണ്ട്. ആളിന്ന് നാട്ടിൽ പോവുകയാണ്. ഇന്ന് യാത്ര പറയാൻ പോകുന്ന സുഹൃത്തുക്കളാണ്. ബായ് പോലും ഹായ് പോലും ഇക്കാണെന്നാണ് അബുദാബി മ്യൂസിയം. ഇതിൻ്റെ ഫ്രണ്ടിലൊരു ലാൻഡ് റോവർ കിടപ്പുണ്ട്, ഒരു യമണ്ടോ സാധനം, ബിഗ് ഐറ്റം താട്ട. ഇത് കേട്ടില്ല. അങ്ങനെ 3 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം സ്പോട്ട് റീച്ച് ആയിരിക്കുകയാണ് ഗൈസ്. ഇതാണ് മാൾ, ദൽമ മാൾ. റോയൽ സിനിമാസ്. ഇവിടെ ചെന്നിട്ട് ഇനി ജനതായൻ്റെ ടിക്കറ്റ് മാറ്റി കിട്ടുമോ ഇല്ലെന്ന് അറിയണം. എന്തായാലും ചെക്ക് ചെയ്യാം. എന്തായാലും കൗണ്ടറിൽ നിന്ന് ചേച്ചി ജനതായൻ്റെ പേര് വെട്ടി മാച്ചിട്ട് അതിൻ്റെ മട്ടിൽ ആട് 3 എഴുതിയിട്ട് തന്നിരിക്കുകയാണ്. അകത്തോട്ട് എൻട്രി ആവും. ശരിക്കും വെള്ളം കുടിച്ചു പോയിരുന്നു മിസ്സസ്. പടം കാണാത്തവരുടെ ശ്രദ്ധയ്ക്ക് മാക്സിമം സ്പോയിലേഴ്സ് ഈ വീഡിയോൻ്റെ അകത്തുണ്ട്. അതുകൊണ്ട് അവോയ്ഡ് ചെയ്യാം. Heroes, yes, but they are also a bunch of idiots. ഇതെങ്ങനെ വായിച്ചത്? ഇത് ക്യാപ്റ്റൻ പറഞ്ഞപ്പോൾ ഞാൻ ഇതെന്നത്? വിശ്വാസവും പ്രതിഫലിക്കുന്ന അതുല്യ ആഭരണങ്ങൾ. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്. ഹൈ സ്പീഡ് ചേസ് തുടങ്ങാൻ പോകുമ്പോഴാണ് സ്റ്റോപ്പ് ചോപ്പർ കളഞ്ഞിട്ട് വരുന്നത്. Idiots. Bad idiots.
പടം കഴിഞ്ഞപ്പോൾ ഞാനും വിഷ്ണു പോയ കഴിഞ്ഞാ ഇനി ബാക്കിയില്ലേ എന്ന് ചിന്തിച്ചു പോയി. ഫസ്റ്റും 2 ഒക്കെ കിട്ടിയ റെസ്പോൺസ് എൻ്റെ അമ്മ എന്ത് വിഷയമായിരുന്നല്ലേ. ഇത് ഇവിടെ കണ്ടുകൊണ്ടാണ് എന്തോ എവിടെയൊക്കെ ഒരു ഗ്രിപ്പ് പോലായ്മ പോലെ. എന്നാലും ഒരുപാട് പോസിറ്റീവ് കൊണ്ട് അവസാനത്തെ ഷാജി പാപ്പൻ്റെ ഒരു പരിപാടി, പിന്നെ ഡ്യൂഡ് വേറെ ലെവലായിരുന്നു. സാത്താ സേവറിൻ്റെ എൻട്രി എൻ്റെ അമ്മോ. എല്ലാ മൂവി ലവേഴ്സിനെ പോലെ എല്ലാവരും ഇറങ്ങി പോയിട്ടും പോസ്റ്റ് ക്രെഡിറ്റ് സീനിനായിട്ട് ഞങ്ങളും വെയിറ്റ് ചെയ്തു. പക്ഷേ ഒന്നും ഇല്ലായിരുന്നു. ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? പുറത്തിൻ്റെ റിവ്യൂ പറ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല പടം. പടം കുഴപ്പമില്ല. എന്തായാലും പ്രതീക്ഷത്രം പോരാ. ദുരന്തം കണ്ടാൽ മതിയായിരുന്നു തോന്നുന്നുണ്ടോ? ദുരന്തം കണ്ടാൽ മതിയായിരുന്നു. എന്നിട്ട് വെളിയിലൊക്കെ ഇറങ്ങി ഒന്ന് ചുറ്റിക്ക് ഇറങ്ങി. എന്തായാലും മാളുകളിലെല്ലാം എക്സ്പെൻസീവ് ആയിരിക്കും, അതുകൊണ്ട് ഒന്നിലും തൊടാൻ നിന്നില്ല. ഒന്ന് കാഴ്ചകളൊക്കെ കണ്ടു, വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ അങ്ങോട്ടൊന്ന് ഇറങ്ങാൻ തീരുമാനിച്ചു. വണ്ടി ഓൾറെഡി വെളിയിൽ വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ ആ വണ്ടി കയറാം. വണ്ടിക്കാരൻ ചോദിച്ചായിരുന്നു വേറെ എവിടെയെങ്കിലും കറങ്ങാൻ പോകണമെന്ന്. നമ്മൾ പറഞ്ഞു വേണ്ട, ഇനിയിപ്പോൾ കഴിക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ട് ഒരു കടയിൽ കയറി കൊത്തു പൊറോട്ട കഴിച്ചായിരുന്നു. അത് കഴിച്ചതിന് ശേഷം വണ്ടി കയറി ഇരുന്നപ്പോൾ ഉൾട്ടിയായി. അതുകൊണ്ട് ഒരു ഐസ്ക്രീം മേടിച്ച് കഴിച്ചു. എന്നിട്ട് മാറാത്തതുകൊണ്ട് വീണ്ടും ഒരു ഐസ്ക്രീം മേടിച്ച് കഴിച്ചു. തിരിച്ചു വരുന്ന വരവിലും നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. റോഡൊക്കെ നല്ലോണം നനഞ്ഞിടക്കുകയാണ്. എന്തായാലും നല്ല ക്ഷീണമുണ്ട്. ഇനിയിപ്പോൾ ക്യാമ്പിൽ പോയി ബാക്കി പരിപാടികൾ നോക്കട്ടെ. അപ്പോൾ പിന്നെ വീണ്ടും കാണാം. ബൈ.